ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ ഏറെ ഉണ്ടാകാം. പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ അത് വലിയ വേദനയാകും ഓരോരുത്തരിലും ഉണ്ടാക്കുന്നത്. അത്തരത്തിൽ ഒറ്റപ്പെട്ടയാളാണ് ആലപ്പുഴ സ്വദേശി നെൽസൺ. നിലവിൽ കായംകുളം പ്രതീക്ഷയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന് തണലാകുന്നത്. ആലപ്പുഴ വേലിയകത്ത് നെൽസൺ 47 വയസ്സ്. 24 വർഷം മുമ്പുണ്ടായ ഒരു തീവണ്ടി അപകടത്തിൽ കാൽമുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റപ്പെട്ടു. പിന്നീട് തടിപ്പണി ചെയ്ത് ജീവിച്ചു വന്നു. എന്നാൽ ശ്വാസകോശ രോഗം പിടിപെട്ടതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലായി. ഒരു കാലില്ലാത്തത് കൊണ്ട് തന്നെ മറ്റിടങ്ങളിൽ ജോലി ലഭിക്കാനും ബുദ്ധിമുട്ടുണ്ടായി. ബന്ധുക്കളൊക്കെ കുടുംബത്തോട് കഴിയുന്നു. അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്ന് കരുതിയാണ് നെൽസൺ ഓച്ചിറയിലേക്ക് എത്തിയത്. പകൽ സമയത്ത് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും തലചായ്ക്കാൻ ഒരിടം എങ്ങും കിട്ടിയില്ല. ഒടുവിൽ കടത്തിണ്ണകളിൽ അന്തിയുറങ്ങി. മഴക്കാലത്താകട്ടെ തണുത്ത് വിറച്ച് കടത്തിണ്ണകളിൽ കിടന്നു. ഇടയ്ക്ക് പിടിപെട്ട രോഗങ്ങൾ ആശുപത്രിയിലുമാക്കി. ഈ സമയത്താണ് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനായ അബ്ബാമോഹൻ നെൽസനെ കാണുന്നത്. ഏതെങ്കിലും അഭയകേന്ദ്രത്തിൽ ആക്കണമെന്ന് അബ്ബാമോഹനോട് നെൽസൺ അപേക്ഷിച്ചു. അഭയം തേടി ഹോസ്റ്റലിലൊക്കെയാണ്. കാരണം അന്നവും അഭയം കിട്ടുമെന്നുള്ള രീതിയിലാണ് എത്തിയത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് അന്നം കിട്ടുന്നുണ്ട് ഒരു നേരം. പിന്നീട് അദ്ദേഹത്തിന് തലയക്കാൻ ഇടയില്ല. കടത്തിൻ്റെ കിടന്ന് കഴിയുമ്പോൾ രാത്രിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി. അങ്ങനെ അദ്ദേഹത്തെ എവിടെയെങ്കിലും ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ കായംകുളം പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെ ആലപ്പുഴ ചെയർപേഴ്സൻ്റെ കത്ത് വാങ്ങിച്ചു, അവിടുത്തെ കൗൺസിലറുടെ കത്ത് വാങ്ങിച്ചു, എല്ലാം എൻ്റെ കൈവശമുണ്ട്. അത് തുടർന്ന് ഓച്ചിറ സായിശത്തിൽ നെൽസനെ പ്രവേശിപ്പിച്ചു. എന്നാൽ സായിശം ഓൾഡ് ഏജ് ഹോം ആയതുകൊണ്ട് തന്നെ 47 വയസ്സ് മാത്രം പ്രായമുള്ള നെൽസനെ അവിടെ സ്ഥിരമായി താമസിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരുടെ ഇടപെടലിൽ തന്നെ കായംകുളത്തെ പ്രതീക്ഷയിലേക്ക് മാറ്റി. ഇന്ന് നെൽസന്റെ ജീവിതത്തിന് തണലാകുന്നത് കായംകുളം പ്രതീക്ഷ ട്രസ്റ്റാണ്. പ്രതീക്ഷയിൽ നിന്നും മധു പോൾ എത്തിയാണ് നെൽസനെ ഏറ്റെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.